എല്ലാവർക്കും ജെ ജെ ഗാർഡൻ ലീവ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിലെ പുതിന കൃഷിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പുതിന നടാനായിട്ട് മണ്ണ്, ചകിരിച്ചോറ്, വെർമി കമ്പോസ്റ്റ് എന്നിവയാണ് ഞാനിത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടില്ലേ മണ്ണ്? ഇതുപോലെ വെള്ളം അധികം ഒന്നും കെട്ടിക്കിടക്കല്, ഇതുപോലെ ഇരിക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നടാനായിട്ട് എടുക്കേണ്ട പുതിന തണ്ട് എപ്പോഴും നല്ല കനമുള്ള തണ്ട് തന്നെ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അത് നടുന്ന രീതി ഞാനിപ്പോൾ കാണിച്ചു തരാം. പുതിന നമുക്ക് രണ്ട് രീതിയിൽ നടാം. ഇതുപോലെ ഇതിൻ്റെ മണ്ടഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ നല്ല കനമുള്ള തണ്ട് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. മെയിനായിട്ട് ഇത് ഞാൻ രണ്ട് രീതിയിലാണ് നടുന്നത്. ഒന്ന് ഞാനിങ്ങനെ നമുക്ക് ഡയറക്റ്റ് മണ്ണിലോട്ട് തന്നെ നടാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാവും. നമ്മളിതുപോലെ ഒരു ഗ്ലാസ്സിലോ ബോട്ടിലിലോ വെള്ളം ഇട്ടിട്ട് അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് എല്ലാ ദിവസവും ഒരു 5 ദിവസം ആകുമ്പോഴേക്കും നല്ലപോലെ ഇതിനകത്ത് റൂട്ട് വരുന്നത്, കിളിപ്പ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മെയിനായിട്ട് എല്ലാ ദിവസവും രാവിലെ ഈ വെള്ളം മാറ്റി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഫ്രഷായിട്ട് ഇതിരിക്കുകയും ചെയ്യും. ഇത് നമ്മളൊരു 7 ദിവസം മുന്നേ ഇതുപോലെ നല്ല കനമുള്ള തണ്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. ഇതിൽ കാണാൻ സാധിക്കുമല്ലോ ചെറിയ ചെറിയ റൂട്ടുകൾ വന്നേക്കുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതുപോലെ നമുക്ക് ഈ മണ്ണിൽ നട്ട് കഴിയുമ്പം നല്ലതുപോലെ ഇത് വളരും. കനമുള്ള തണ്ട് മുറിച്ച് നമുക്ക് നേരിട്ട് മണ്ണിലോട്ട് നടുകയും ചെയ്യും. അങ്ങനെയും നമുക്കിത് കിളിപ്പിച്ചെടുക്കാം. രണ്ടാമത് നമുക്ക് ഈ രീതിയിൽ നടാം. നല്ല കനമുള്ള തണ്ടെടുത്ത് ഡയറക്റ്റ് നമുക്ക് മണ്ണിലോട്ട് തന്നെ നടുകയും ചെയ്യാം. പെട്ടെന്ന് നമുക്ക് കിളിച്ച് കിട്ടുന്നത് വേര് പിടിപ്പിച്ച് നമ്മൾ നടുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് പുതിന നട്ട് വളർത്താൻ പറ്റും. ഞാൻ ആ നട്ടേക്കുന്നത് നിങ്ങളായപ്പം കാണിച്ചു തരാം. ഇത് നട്ട് കഴിഞ്ഞിട്ട് 2 ദിവസം ഷെയ്ഡിൻ്റെ അടിയിൽ വെച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. പുതിയ ഇലകൾ വന്നതിന് ശേഷം സൂര്യപ്രകാശം കിട്ടുന്നിടത്തേക്ക് ഇത് മാറ്റി വെക്കുക. സൂര്യപ്രകാശം ഇതിന് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇതുപോലെ നല്ല ബുഷായിട്ട് വളർന്നു വരികയും ചെയ്യും. ഇതുപോലെ ഒരു മൂടെങ്കിലും നമ്മൾ സ്വന്തമായി നട്ട് വളർത്തിയാൽ നമ്മുടെ ആവശ്യത്തിന് ഫ്രഷായിട്ട് തന്നെ നമുക്ക് അന്നേരം ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കിയിടുക. അപ്പോൾ പുതിയ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.